സ്വാഗതം. ഈ സെഷൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് മലബാർ ഗോൾഡാണ്. ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും തിളക്കത്തിൽ വധുവിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അവരുടെ ആഗ്രഹമാണ്. ഇന്നത്തെ ഓരോ വധുവിന്റെ അഭിരുചിയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ്സ് ദ ബ്രൈഡ്. സ്വാഗതം. സാർ നമ്മളോട് സംസാരിച്ചു കിടക്കും. 1 മണിക്കൂറാണ് നമ്മുടെ സെഷന്റെ ദൈർഘ്യം. 50 മിനിറ്റ് സാർ സംസാരിക്കുന്നതിന് ശേഷം 10 മിനിറ്റ് നിങ്ങൾക്ക് സാറിനോട് സംസാരിക്കാനുള്ള ഒരു അവസരവുമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം. 50 മിനിറ്റ് സംസാരിക്കും, അതിനുശേഷം 10 മിനിറ്റ് ചോദ്യം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ കഴിയുന്നത്ര 10-15 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കും. അതിനുശേഷം ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നെങ്കിൽ അതിന് കുറച്ച് സമയം ആകാവുന്നത്ര പിന്നീട് ബാക്കിയുള്ളത് എന്നാണ് കരുതുന്നത്. എനിക്ക് നിന്ന് സംസാരിച്ചാണ് കൂടുതൽ പാഠം. ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും ഞാൻ ചൊല്ലപ്പെടുത്താം. പിന്നെ സംഗീതം അഭിസാഹിത്യം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാനല്ല പേരിട്ടത്. മാതൃഭൂമിയിൽ അക്ഷരത്തിൻ്റെ ഈ ഉത്സവം നടത്തുന്നത് കേവലം ഉത്സവമായിട്ടല്ല എന്നെനിക്ക് തോന്നുന്നു. ഇത് ഒരു യജ്ഞം എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉത്സവം എല്ലാവരുടെയും ആനന്ദത്തിൻ്റെ കുതിപ്പാണ്. സമൂഹത്തിൻ്റെ മുഴുവൻ ആനന്ദത്തിൻ്റെ കുതിപ്പാണ് ഉത്സവം. യജ്ഞമാകട്ടെ എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മസമർപ്പണം. ഉത്സവം യജ്ഞമായി മാറുമ്പോൾ അതെല്ലാവർക്കും വേണ്ടി എല്ലാവരും ചെയ്യുന്ന സമർപ്പണം ആകും. അതുതന്നെയാണ് സമൂഹത്തിന് ഇന്ന് അല്ല എന്നും വേണ്ടിയിരുന്നത്. മാതൃഭൂമി 1924 മുതലെങ്കിലും ഈ മഹത്തായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കെ.പി. കേശവമേനോൻ തുടങ്ങിയെങ്കിലും ഉള്ളവരുടെ മാതൃഭൂമിയിലൂടെയുള്ള ദേശ ജന ക്ഷേമകരമായ കർമ്മങ്ങളെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ അല്പാൽപ്പം അറിഞ്ഞിരുന്നതിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മലയാളം എങ്ങനെ മാതൃഭൂമി എന്നും വലിയ ഒരു ഹൃദയസ്പന്ദമായി നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ അതിവേഗത്തിൻ്റെ കാലഘട്ടത്തിലും ക്രമവേഗത്തിൻ്റെ വഴിയായി സംഗീതവും കവിതയും ചേർത്ത് ഒരു വിഷയം എനിക്ക് എടുത്തുതന്നത്. അതിവേഗം എല്ലാവർക്കും വേണമായിരിക്കും, പക്ഷേ ക്രമം ആണ്, പ്രപഞ്ചത്തിൻ്റെ ക്രമം ആണ് ഏറ്റവും പ്രധാനം. ക്രമത്തിന് നിയതമായ താളമുണ്ട്. അതിസ്പന്ദവും മന്ദസ്പന്ദവും ഇത് രണ്ടും ദോഷകരാണ്. ഹൃദയമിടിപ്പ് പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് തോന്നുമ്പോൾ നമ്മുടെ സിരകളിലെയും നമ്മുടെ ഹൃദയത്തിലെയും മിടിപ്പ് അതൊരു പകർപ്പാണ്. അല്ലെങ്കിൽ പ്രപഞ്ചം എന്തു ചെയ്യുമ്പോൾ അത് തന്നെ ചെറുതായി ചെയ്യലാണ് നമ്മുടെ ശരീരത്തിൽ. ഞാൻ ഓർക്കുന്നത് ചിലപ്പോൾ ഇത് അധികം പറച്ചിലായിരിക്കുമെങ്കിലും പെട്ടെന്ന് ഓർക്കുന്നത് പറയാണ്, ഋതംച സത്യം ചാഭക്ത തപസ്സോധ്യായ. ഇത് ഋഗ്വേദത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൽ ഋതവും അതിനെ തുടർന്ന് സത്യവും
പ്രപഞ്ചാത്മാവിൻ്റെ തപസ്സിൽ നിന്ന് ഉണ്ടായിരുന്നു. ഋതം ഇംഗ്ലീഷിൽ പറയുന്ന ഋതം അല്ല, അതിനപ്പുറം പ്രപഞ്ചത്തിൻ്റെ ക്രമനിയമം എന്ന ക്രമതാളം. പ്രപഞ്ചത്തിൻ്റെ ആ ക്രമതാളത്തിൽ നിന്നാണ് സത്യവും പ്രകൃതി എന്ന സത്യവും ഉണ്ടായത്. പരമപുരുഷൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചപുരുഷൻ്റെ പ്രപഞ്ചം എന്ന മഹാശക്തിയുടെ ഋതം എന്ന താളത്തിൽ നിന്നാണ് പ്രകൃതി എന്ന സത്യം ഉണ്ടായത്. അതാണ് സത്യം, പ്രകൃതിയും പ്രപഞ്ചപുരുഷൻ ആ അടിസ്ഥാനമായ താളവും. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ വാക്കും അർത്ഥവും വാഗർത്ഥാമൃതസമ്പർക്കവും വാഗർത്ഥാവിഭക്തിയെ ജഗതജരോഗന്ധിയെ പാർവതീകരണേശ്വരവും എന്ന് കാളിദാസൻ പറഞ്ഞത് വെറുതെയല്ല. പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പുതിയ ഭാഷയിൽ പറയാനായിരിക്കും. ശക്തികൾ, രണ്ട് ശക്തികൾ, ഒന്നായിരുന്ന ശക്തി രണ്ടായിട്ട് അത് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ക്രമതാളവും അതിൻ്റെ പരിസ്പന്ദവും അതിൻ്റെ പ്രവാഹവും പ്രപഞ്ചത്തിൽ സംഗീതമായി ഒഴുകുന്നു. അതുകൊണ്ട് ഓൾ ദ വേൾഡ് ഇസ് സൗണ്ട്, നാദബ്രഹ്മ. ഏണസ്റ്റ് ജോവാക്കിൻ എന്നൊരാളിൽ പുസ്തകം എഴുതിയിട്ടാണ്, ജർമ്മൻ മ്യൂസിക്കോളജിസ്റ്റ്. ആ പുസ്തകത്തിൻ്റെ പേര് ഓൾ ദ വേൾഡ് ഇസ് സൗണ്ട്, നാദബ്രഹ്മ. പ്രപഞ്ചം മുഴുവനും പ്രസ്തരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗീതമാണ് സദാ. അത് തന്നെയാണ് പണ്ട് സംഗീത മകരന്തം മുന്നോട്ട് ബ്രഹ്മ താളഗുരു ഹരിശ്ചവരതി വീണാകരാഭാരതി എന്നിങ്ങനെ എല്ലാ പക്കമേളങ്ങളോടും കൂടി സൂര്യചന്ദ്രന്മാരും പിന്നെ വായുവും അപ്സരസ്സുകളും കിന്നരന്മാരും എല്ലാം ചേർന്ന് നൃത്തമാടുന്ന ശിവനെ പക്കമേളം വായിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സങ്കല്പവും ശിവൻ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ ഒരു ഭാവത്തിൻ്റെ ഒരു പെർസോണിഫിക്കേഷൻ എന്ന് കരുതിയാണെങ്കിൽ ശാസ്ത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ആളുകൾ പറയാനുള്ളത് ചുരുക്കി പറയാൻ നോക്കും. സംഗീതം അതി സാഹിത്യം സരസ്വത്യാം സ്തനദ്വയം ഏകം ആപാതമധുരം അന്യത് ആലോചനാമൃതം എന്നാണ് ഒരു പറച്ചിലുള്ളത്. അതിനാൽ സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് സ്ഥലങ്ങൾ. ഒന്ന് ആപാത മധുരം, പതിച്ചാൽ ഉടനെ മധുരം തരുന്നത്, അതിൽ വീണാൽ ഉടനെ മധുരം തരുന്നത് സത്യോ മധുരം, വീണാൽ ഉടൻ മധുരം. അന്യത് മറ്റേത് ആലോചനാമൃതം, ആലോചനയിൽ മനസ്സിൽ അമൃതം പകരുന്നത്. ഒരു പാല്, ഈ ഒരേ അമ്മയുടെ പാലാണിത്, രണ്ട് സ്ഥലങ്ങളിലെ പാല്. ഒരു പാല് വീണാൽ ഉടനെ മധുരം തരുന്നതാണ്, മറ്റേ പാല് വീണലിഞ്ഞലിഞ്ഞ് അകത്ത് ചെല്ലുമ്പോൾ മധുരം തരുന്നതാണ്. ഈ രണ്ടും ഒന്നല്ലേ? ആലോചിച്ച് നോക്കണം. ഒന്നാണ്. സംഗീതം നാദാത്മകമാണ്, നാദശരീരമാണ്. ആ നാദത്തിനും അനിശം ഇതൊരു മഹത്തായ കീർത്തനമുണ്ടല്ലോ, ത്യാഗരാജൻ്റെ നാദതനും എന്ന് പറയുന്നു. അത് മനസ്സിലാക്കാൻ ഈ മഹത്തായ ആ സംഗീതത്തിൻ്റെ ഭാവം നാദത്തിൻ്റെ ഒഴുക്കാലുള്ള നാദസ്കന്ധം എന്ന് പറഞ്ഞുകൂടാ. ഞാനൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അതുപോലെ നാദം സ്പന്ദിക്കുന്നില്ലേ? ഇതിന് സംഗീതമില്ലേ? ശരിക്കും പറഞ്ഞാൽ ഓരോ കുഞ്ഞിൻ്റെയും ജന്മം സംഗീത ജന്മമാണ്. കുഞ്ഞ് പറക്കുന്നത് ഒരു സംഗീതമായിട്ടാണ്. എൻ്റെ തന്നെ അനുഭവം കൊണ്ട് പറയുകയാണ്. പക്ഷേ പടിഞ്ഞാറന്മാർ പലരും ഒരുപാട് ഗവേഷണം നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കിയത് ഇത് തന്നെയാണ്. കുഞ്ഞ് സംഗീത ജന്മമാണ്. കുഞ്ഞിൻ്റെ അകത്ത് സംഗീതമാണ് ആദ്യം സ്പർശിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം വരുന്നതും സംഗീതമാണ്. അത് ആദ്യം ആസ്വദിക്കുന്നതും സംഗീതമാണ്. അങ്ങനെ അനിരുദ്ധ് ജി പട്ടേൽ
എന്ന് പറയുന്ന ഒരാൾ മ്യൂസിക്, ലാംഗ്വേജ് ആൻഡ് ദ ബ്രെയിൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടാണ്. അടുത്ത കാലത്ത് എഴുതില്ല. മ്യൂസിക്, ലാംഗ്വേജ് ആൻഡ് ദ ബ്രെയിൻ. ആ പുസ്തകത്തിൽ പറയുന്നത് വായിച്ചാൽ ഇവർ പടിഞ്ഞാറ് ജപ്പാനിലോ മറ്റോ 2 കിളികളുടെ മുട്ട വെച്ച് വിരിയിച്ചു. 2 കിളികളുടെ മുട്ട വെച്ച് വിരിയിച്ചു. അത് വിരിഞ്ഞു വന്നപ്പോൾ മുഴുവൻ ശബ്ദം കേൾപ്പിച്ചത് വേറെയാണ്. അതിൻ്റെ അമ്മക്കിളികളുടെ ശബ്ദം കേൾപ്പിച്ചിട്ടേയില്ല. വിരിഞ്ഞതിന് ശേഷം ഇവരെ ഒറ്റപ്പെടുത്തിയിട്ട് ഈ ഓരോ കിളികൾക്കും 2 അമ്മക്കിളികളുടെയും ശബ്ദം കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഓരോ കിളിയും അതതിൻ്റെ അമ്മക്കിളിയുടെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. എന്ത് വിസ്മയമാണെന്ന് നോക്കണം. അതാണ് ജീവൻ്റെ കളി. പ്രപഞ്ചത്തിൽ അമ്മയിൽ നിന്ന് മക്കളിലേക്ക് പോലും നാദവൈശിഷ്ട്യം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനുസ്വീതിയാണ്. അത് തന്നെ എൻ്റെ കവിതയാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെയാണ് സംഗീതത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്. ഞാൻ ഈ വിഷയം ഒരുപാട് പറയാനുള്ളതാണ്. ഞാൻ അല്പജ്ഞനാണ്, ഒത്തിരി മാത്രം അറിയുന്നവരാണ്. ഇവിടെ പറഞ്ഞിരിക്കാൻ സമയവും ഇല്ല. പക്ഷേ കവിതയും സംഗീതവും തമ്മിൽ എന്ത് ബന്ധം എന്നത് ഒരു വലിയ വിഷയമാണ്. പലരും പലയിടത്തും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് തർക്കിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്, അവസാനം അതിന് കീഴ്പ്പെട്ടിട്ടും ഉണ്ട്. പടിഞ്ഞാറും ഇവിടെയും എല്ലായിടത്തും. പക്ഷേ പ്രാചീന കാലം മുതൽ ബാഡ് എന്നാണ് ഈ പടിഞ്ഞാറുണ്ടായിരുന്ന കവികളെ വിളിച്ചത്. കവികൾ സംഗീതജ്ഞരാണ്. നമ്മൾ ആണം എന്ന് വിളിച്ചു. പാട്ടുപാടുന്നവൻ. നമ്മൾ വാസ്തവത്തിൽ കവി എന്ന് പറയുന്നത് തന്നെ പാട്ടുപാടുന്നവൻ എന്ന അർത്ഥത്തിൽ കൂടെയാണ്. സംസ്കൃതത്തിൽ ഏത് തരത്തിലായാലും പടിഞ്ഞാറന്മാർ വലിയ ഗവേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഗീത ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കവിതയും സംഗീതവും തമ്മിലുണ്ട്. എഴുതപ്പെട്ടതാണോ കവിത, അതോ പാടുന്നതാണോ കവിത? അവരും നോക്കുന്നുണ്ട്. കവിത ഏതും എഴുതപ്പെടുന്നത് ലിപി ഉപയോഗിച്ചാണ്. യന്ത്രത്തിൽ കൊട്ടിയാലും AI കൂടെ വരുത്തിയാലും ലിപി ഉപയോഗിച്ചാണ് അത് വരുന്നത്. AI ഉപയോഗിച്ച് നമുക്ക് ഈ പുതിയ സംഗതികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പടിഞ്ഞാറന്മാർ ഇലക്ട്രോ അക്കോസ്റ്റിക്സ് എന്ന പരിപാടിയിലൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രോ അക്കോസ്റ്റിക്സ് അനുസരിച്ചും ശബ്ദത്തെ ഏതേത് രീതിയിൽ, എഴുതിയ ശബ്ദത്തിനെ ഏതേത് രീതിയിൽ ഉച്ചരിപ്പിക്കാം എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകസ്ഥാപിതമായ കവിതയെ അല്ലെങ്കിൽ നോവലിനെ അല്ലെങ്കിൽ നാടകത്തിനെ അതെല്ലാം സാഹിത്യമാണ്, എല്ലാം കവിതയാണ് എന്നെടുക്കാം. അതിനെ ഉച്ചരിച്ച് യന്ത്രം കൊണ്ട് ഉച്ചരിപ്പിക്കുന്ന പരിപാടി ഇപ്പോൾ ഉണ്ട്. അതിനനുസരിച്ച് അച്ചടിച്ചെടുക്കുന്ന കടലാസുകളുണ്ട്. കവിത ജോൺ അപ്ഡേക്കിൻ്റെ കാലത്തൊട്ട് തന്നെ വരി ആദ്യം മുറിച്ച് താഴെ എഴുതി, അതിൻ്റെ ഇപ്പുറത്ത് നീക്കി ഇപ്പുറത്ത് എഴുതി, ഒരക്ഷരം വലുതായിട്ട് എഴുതി, ഒരക്ഷരം ചെറുതായിട്ട് എഴുതി, അയാ എന്നിങ്ങനെ ഉച്ചരിക്കത്ത് എഴുതി. എ വലുത് ആൻ എഴുതുന്നു, ചെറുതായിട്ട് എഴുതുന്നു, ആൻ രണ്ടും വലുതായിട്ട് എഴുതുന്നു. ഇതിനനുസരിച്ച് ഉച്ചരിച്ചോണമെന്നാണ്. അതിനനുസരിച്ച് ഉച്ചരിക്കുന്ന എന്ത് സംവിധാനവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ശബ്ദത്തിൽ നിന്ന് വേറിട്ട് കവിതയ്ക്കില്ല വേറിടാൻ എന്നാണ്. ശബ്ദത്തിൽ നിന്ന് പുതിയ പരീക്ഷണം വരെ തെളിയിക്കുന്നത് ശബ്ദത്തിൽ നിന്ന് വേറിട്ട് കവിതയ്ക്കില്ല വേറിടാം. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ വരികളാണ്. കാരണം ശബ്ദമാണ് കവിതയും ഭാഷയാണ് കവിതയും. ഭാഷയിൽ സ്പന്ദമാണ്, ശബ്ദം സ്പന്ദിക്കുന്നതാണ്. ആഹതം അനാഹതം തുടങ്ങിയിട്ട് നാദം സംഗീതത്തിലുണ്ട്. വാദി വിവാദി സംവാദി തുടങ്ങിയിട്ടുള്ള സ്വരങ്ങളുണ്ട്. അതുകൂടാതെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, നാദങ്ങൾ, നാദഗ്രാമങ്ങൾ അല്ലെങ്കിൽ സ്വരഗ്രാമങ്ങൾ, മൂർച്ഛനകൾ, ഇതൊക്കെ ഉള്ളതുപോലെ തന്നെ ഭാഷയിൽ വ്യഞ്ജനമുണ്ട്, സ്വരമുണ്ട്. അതുപോലെ തന്നെ സ്വരങ്ങൾ ചേർന്ന സന്ധി ചേർന്ന വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾ ഒരുമിച്ച് ചേർന്ന പദമുണ്ട്, പദങ്ങൾ ചേർന്ന വാക്യമുണ്ട്, വാക്യങ്ങൾ ചേർന്ന മഹാവാക്യങ്ങളുണ്ട്. ഇതെല്ലാം താളാത്മകമാണ്. ഏത് ശബ്ദത്തിൻ്റെ സഞ്ചാരവും താളാത്മകമാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം.
ഛന്ദോഹീനോ ന ശബ്ദോസ്തി ന ഛന്ദ ശബ്ദവർജിതം. ഭരതൻ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞതാണ്. ഛന്ദസ്സില്ലാതെ ഒരു ശബ്ദവുമില്ല. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഭാവത്തെ അനുഭവത്തിൽ ഏത് അനുഭവം ഉണ്ടായോ ആ അനുഭവത്തിന് ആസ്പദമാകുന്ന ഭാവത്തെ ഒതുങ്ങി വയ്ക്കുന്ന ഒരു ചലനമാണ് ഛന്ദസ്. ആ ചലനം കണ്ടാൽ നമുക്ക് ഭാവം അറിയാം. ഒരു മൂളൽ കൊണ്ട് ഒരുപാട് അർത്ഥം നമ്മൾ എടുക്കാറുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. ഒരു ഈണത്തിന് എത്ര അർത്ഥങ്ങൾ എത്ര അനന്ത മനോഹരം. അല്പമാം ഈണം പുരണ്ട സ്വരത്തിൽ. ഇത് ഞാൻ എൻ്റെ തന്നെ വരികൾ എഴുതിയിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഞാൻ ദീർഘിപ്പിക്കാതെ പറയുകയാണ്. കവിത അല്ലെങ്കിൽ സാഹിത്യം എന്നതിൽ പ്രയോഗിക്കപ്പെടുന്ന ഭാഷയിൽ ഓരോന്നും സ്പന്ദശേഷിയുള്ളതും ഭാവശേഷിയുള്ളതും ഒപ്പം സഞ്ചാരശേഷിയുള്ളതും നമ്മുടെ മനസ്സിനെ വികാരം കൊണ്ട് ദീപ്തമാക്കാൻ കഴിയുന്നതും ആണ്. അതുകൊണ്ടാണത് നമുക്ക് ഹൃദ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സംഗീതം എന്ന് പറയാറുള്ളത്. സംഗീതവും ഭാവാത്മകമായതുകൊണ്ടാണ് നമുക്ക് ആനന്ദകരമാകുന്നത്. മറിച്ചല്ലെങ്കിൽ എല്ലാ ശബ്ദവും നമുക്ക് ആസ്വാദ്യമാകുന്നില്ലല്ലോ. എല്ലാ ശബ്ദവും ആസ്വാദ്യമാകുന്നില്ല. പ്രകൃതിയിലെ കിളികളുടെയും നദിയുടെയും കാറ്റിൻ്റെയൊക്കെ ശബ്ദത്തിലും ഇതേപോലെ ആനന്ദകരമായ അല്ലെങ്കിൽ അനുഭവം ഉണ്ടാക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവയുടെ മുഴുവൻ സംഗീതമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം പറയാതെ തന്നെ ഇനി അടുത്ത കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതായത് ഒരു കവിയിൽ നിന്ന് കവിത ഉണ്ടാകുമ്പോൾ, ഒരു കവിയിൽ നിന്ന് കവിത ഉദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ വാക്കിൻ്റെ സ്വരൂപം ബുദ്ധിയിൽ നിന്നല്ല, അവൻ്റെ വികാരത്തിൻ്റെ പ്രവാഹത്തിൽ നിന്നാണ് വരുന്നത് എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്നാണെങ്കിൽ ഒരു കേവലം ഡിക്ഷണറിയിലെ വാക്കുകളായിരിക്കും. അപ്പോൾ ഈ വികാരത്തിൽ നിന്നെൻ്റെ വാക്കിനൊരു പ്രവാഹമുണ്ട്. ശരിക്കും നല്ല കവിയിൽ നിന്ന് വരുന്ന വാക്ക് കരടില്ലാത്തതാണ്. നമ്മൾ ഓടുമ്പോൾ ആ ഓട്ടത്തിൽ താളത്തെറ്റ് വരാറില്ല. ഒരു താളവും തെറ്റില്ല. താളം നേരെ അറിയാത്തവർ പോലും ഓടേണ്ടി വന്നാൽ ഓടുമ്പോൾ കൃത്യം പാദം വയ്ക്കും. ഒരു പാദം വെച്ചിട്ട് അടുത്ത പാദം വയ്ക്കുന്നതിന് ഇടയ്ക്കുള്ള അളവ് കൃത്യമായി. നമ്മൾ അളന്നല്ല ഓടുന്നത്, അളവ് കൃത്യമായിരിക്കും. അനൈച്ഛികമായി ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ താളത്തോടുകൂടിയായിരിക്കും, സചേതനമായിരിക്കും. ആ സചേതനത്വം കൊച്ചുകുട്ടികളുടെ പാട്ടിലാണ്. കൊച്ചുകുട്ടികൾ നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, പാടുമ്പോൾ എല്ലാം താളമാണ്. അമ്മ പാടുന്നത് അങ്ങനെ. ആ താളത്തിൻ്റെ ഒഴുക്ക് വികാരത്തിൽ മുങ്ങി എഴുതുന്ന ഒരു കവിയിലുണ്ടാകും. ചിന്തയും ബോധവും പൂർണ്ണമായി അഴിഞ്ഞു ചേർന്നിട്ട് വാക്കിൻ്റെ രൂപത്തിൽ എഴുതുന്ന ഒരാളിൽ നിന്ന് അത് സംഗീതമയമായി തന്നെ വരും. സംശയമില്ല. രാഗം ഏത് അതിന് രാഗം ഉണ്ടാവും. അങ്ങനെയുണ്ട്. ഇത്രയും കൂടെ പറഞ്ഞാൽ സന്ദർഭം അവസാനിപ്പിക്കാൻ. അപ്പോൾ അതായത് പാഠ്യേ ഗേയേ സമതുലം പ്രമാണൈ പ്രഭിരന്യുതം ജാഭിः ശബ്ദയുക്തം കാവ്യം ഏത അഗായത. ആദ്യമായിട്ട് രാമായണം എഴുതിയ വാൽമീകി കുശലന്മാരെ മുമ്പിലിരുത്തി രാമായണം പഠിപ്പിച്ചപ്പോൾ ആ രാമായണം കുശലന്മാർക്ക് മനസ്സിലായി എങ്ങനെ പാഠ്യേ ഗേയേ സമതുലം ഗാനം ചെയ്യാനും പാഠമായിട്ട് ഉച്ചരിക്കാനും രണ്ടിനും മധുരമാണ്. പറയാനും പാടാനും മധുരം എന്നർത്ഥം. അതാണ് പാഠ്യേ ഗേയേ ച മധുരം. പാഠം എന്നതിന് നമ്മുടെ ഇവിടുത്തെ ശരിയായ അർത്ഥം ഉച്ചരിക്കൽ എന്നാണ്. നമ്മുടെ എന്നൊക്കെ പറയും പഠിച്ചു പാടുക.
കായികം പഠിച്ചു പറയും അല്ലേ? വായിക്കെന്ന് പറയില്ല, പഠിക്കെന്ന് പറയും. പഠിക്കുന്ന പറഞ്ഞ് ഉച്ചരിക്കുകയാണ്. നമ്മൾ വായിക്കാൻ പറയും. നമ്മൾ വായിക്കാൻ പറയുന്നത് വാദനം ചെയ്യുക. ഇവർ ഈ ഉപകരണങ്ങൾ ഫ്ലൂട്ട് വാദനം ചെയ്യുകയാണ്, കീബോർഡ് വാദനം ചെയ്യുകയാണ്, വീണ വാദനം ചെയ്യുകയാണ്, മൃദംഗം വായിക്കുകയാണ്. ആ വായനയാണ് നമ്മൾ വായന എന്നെടുത്തിട്ടുള്ളത്. ശബ്ദിപ്പിക്കുക അർത്ഥം, വാദനം ചെയ്യുക, ശബ്ദിപ്പിക്കുക. അത് പക്ഷേ നോക്കി ഉച്ചരിക്കുന്നതിനാണ് പാഠം എന്ന് പറയുന്നത്. അങ്ങനെ ഉച്ചരിക്കുന്ന പാഠകന്മാർ കൊണ്ടുണ്ടായിരുന്നു. പാഠമായിട്ട് പറയുന്നവർ പാഠകന്മാർ, ഗാഥകന്മാർ ഗാഥയായി പറയുന്നവർ. ഭാഷ ഗാഥയായും പാഠമായും ചെല്ലുമ്പോൾ ഹൃദയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ ഭാവങ്ങളും അകത്ത് ധ്വനിക്കും. ശബ്ദത്തെ പോലെ എല്ലാ ഭാവങ്ങളും പ്രകാശിപ്പിക്കുന്ന നടി വേറെയില്ല എന്നതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് വാൽമീകി രാമായണം എഴുതിയ വാൽമീകി എഴുതുമ്പോൾ അത് പാഠ്യത്തിലും ഗേയത്തിലും മധുരം. 3 പ്രമാണങ്ങളോട് കൂടിയതാണ്. സംഗീതത്തിലെ പ്രമാണങ്ങൾ 3. ജാതിയിൽ സപ്തഹിത്വം, കാലങ്ങൾ, അതുപോലെ മധ്യം, താരം, മന്ത്രം, മധ്യം, താരം, 3 സ്ഥാനങ്ങൾ കൃത്യമായിട്ട്. അതുപോലെ ഇത് മന്ദമായ താളം, വിളംബകാലം എല്ലാ കാലപ്രമാണങ്ങൾ വരെ ഈ ശബ്ദത്തിനുണ്ടാവുക. അതുകൊണ്ട് സംഗീതത്തിലും കവിതയിലും ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെ മാത്രകൾക്ക് ശക്തി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുമിച്ചതെല്ലാം വരുന്ന അപൂർവം ചില കവികളുണ്ടാകും. ആ കവികളിൽ ഉണ്ടാകുന്നത് നാദയോഗമാണ്. ആ നാദയോഗമുള്ള കവികൾ വിരളമാണ്. ഒന്ന് ടാഗോറിനുണ്ട്, കാളിദാസനുണ്ട്, ടാഗോറിനുണ്ട്, വിവേകാനന്ദനുണ്ട്. എൻ്റെ കണ്ണിൽ ശ്രീനാരായണ ഗുരുവുണ്ട്. ശ്രീനാരായണ ഗുരു യോഗിയാണ്. ഗുരുവിൽ കൂടെ വന്നത് യോഗഭാഷയാണ്. അതുപോലെ കാളിദാസന് വന്നതുമാണ് ശങ്കരാചാര്യനിലൂടെ യോഗഭാഷയാണ്. വിവേകാനന്ദന് യോഗിയാണ്. വിവേകാനന്ദൻ ഗായകനും കവിയും യോഗിയും ആയിരുന്നു. കവിയായിരുന്നു, ഗായകനായിരുന്നു, യോഗിയായിരുന്നു. അതുകൊണ്ട് വിവേകാനന്ദൻ്റെ ഒരു കൃതി ഞാൻ ചൊല്ലി തുടങ്ങാൻ എന്ന് വിചാരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ എഴുതിയ ഒരു കവിത. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. അദ്ദേഹം എഴുതിയത്. ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം എൻ്റെ അമ്മയായി തന്നെ എനിക്ക് പിന്നീട് മാറിയ എൻ്റെ ടീച്ചർ സുലോചന ടീച്ചർ ആ കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടീച്ചർ ഒട്ടും വിവേകാനന്ദനെ തെറ്റാതെ വിവർത്തനം ചെയ്ത ഒരു യോഗിയായ കവിയിൽ നിന്ന് എങ്ങനെ ഒരു കവിത വരും നോക്കുമ്പോൾ നാദയോഗം എന്നാണ് ഞാൻ പറയുന്നത്. ആ നാദയോഗം എങ്ങനെ എന്നത് അനുഭവിച്ചു വേണം അറിയാൻ എന്നെനിക്ക് തോന്നുന്നു. എനിക്കെത്ര അത് സാധിക്കും എന്നെനിക്കൊരു പിടിയില്ല. പക്ഷെ അത് ആദ്യം പാടിയ വിവേകാനന്ദന് അത് ഗംഭീരമായി സാധിച്ചു എന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ നാദവും അത്യപാരമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. വിവേകാനന്ദൻ അമ്മ കാളിക എൻ്റെ പേരിൽ എഴുതിയ കവിതയാണ്. ഇത് കാളിയെക്കുറിച്ചാണ്. ആ കാളി പല ഭാവങ്ങൾ എടുക്കുന്ന മഹാപ്രകൃതിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മഹാപ്രകൃതിയാണ് പ്രപഞ്ചത്തിലും എൻ്റെ മനസ്സിലും എല്ലാ മനസ്സിലും ഉള്ള ആ മഹാപ്രകൃതിയുടെ വിലാസങ്ങളെയാണ് കാളി എന്ന രീതിയിൽ ഈ മഹാദാർശനികൻ യോഗി കണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി തോന്നി.
അതുകൊണ്ടാണ് ആ കവിത ഞാനിത് അവതരിപ്പിക്കുന്നത്. അമ്മ കാളിക. താരകളത്രയും തൂത്തെറിഞ്ഞിടുമ്പോൾ നീയേ ഭവാനി, ഘനാഘനപാളികൾ മേലയ്ക്കുമേലെ നിവിടം പൊതിഞ്ഞതും നീയേ മൃഗാനി, ഘനശ്യാമരൂപിണി. താരകളത്രയും തൂത്തെറിഞ്ഞിടുമ്പോൾ നീയേ ഭവാനി, ഘനാഘനപാളികൾ മേലയ്ക്കുമേലെ നിഭൃതം പൊതിഞ്ഞതും നീയേ മൃഗാനി, ഘനശ്യാമരൂപിണി. അമ്മേ മഹാകാളികേ നിന്റെ കേളിയോ, അമ്മേ മഹാദുഃഖമൊക്കെ നിൻ കയ്യിലോ, ചക്രവാതത്താൽ മഹാവൃക്ഷവൃന്ദങ്ങൾ വേരോടെ ചോടോടി വിത്തെടുത്താൻ ഞാൻ നുറഞ്ഞു തുള്ളുന്ന നീയാര് ഉഗ്രരൂപിണി. മാരുതവേഗത്തിൽ നീ ഇടിവാളായി കാറ്റി ഉറക്കനെ ഗർജിച്ചതും, മാരുതവേഗത്തിൽ നീ ഇടിവാളായി കാറ്റി ഉറക്കനെ ഗർജിച്ചതും, നിന്റെ ഉഗ്രാട്ടഭാസ പരിത്രസ്തമാം ഭൂമി നിന്നു നിറച്ചതും കത്തിച്ചൊലിച്ചതും ഭീതിതേ നിൻ കണ്ണിടക്കാഗ്നികൾ, നിന്റെ കയ്യിൽ മഹാമാരികൾ അഗ്നിരൂപിണി. ആർത്തിരമ്പുന്നൊരക്കാറ്റിൽ, ആർത്തിരമ്പുന്നൊരാക്കാറ്റിൽ കരാലയം വിട്ട 100,000 ഭ്രാന്തർ തന്നൊച്ചയോ, കരാലയം വിട്ട ഭ്രാന്തർ തന്നൊച്ചയോ, ഒന്നായി നീട്ടി നെറുകയിൽ ചാരമായി നീ ധരിക്കുന്നു മഹാകാലരൂപിണി. ഉത്തുംഗമമ്പരം പൊത്തിപ്പിടിക്കുവാൻ ഉത്കടരോഷാകുലം തിരമാലയാൽ ഉച്ചണ്ടമാഞ്ഞടിച്ചിടുന്ന സാഗരം, 100,000 നിഴൽക്കൂടുകൾ കെട്ടിയും കെട്ടിയ കൂടുകൾ തട്ടിയും പൊട്ടിച്ചു അമ്മ രസിക്കുന്നു കാളിക, കാളിക അമ്മ രസിക്കുന്നു കാളിക. ആർക്കാണ് ധൈര്യം, ആർക്കാണ് ധൈര്യം ദുരന്ത ദുഃഖങ്ങളെ വാളോടു ചേർക്കുവാൻ, അന്ത്യനിമേഷത്തെ ലാളിക്കുവാൻ, മഹാസംഹാരമാടുവാൻ ആർക്കാണ് ധൈര്യം? ജഗദംബയോടത്ത് ഉന്മത്ത നൃത്തച്ചുവടുവച്ചിടുവാൻ, ഉന്മത്ത നൃത്തച്ചുവടുവച്ചിടുവാൻ. ആനന്ദമൂർച്ഛയിൽ ഇല്ലാതെയാകുവാൻ, ആനന്ദമൂർച്ഛയിൽ ഇല്ലാതെയാകുവാൻ, ആ മഹാഭക്തൻ
ആ മഹാഭക്തൻ അരികിലെത്തുന്നവൾ അമ്മ നീ കാളിക, അമ്മ നീ കാളിക, സ്നേഹസ്വരൂപിണി, അമ്മ നീ കാളിക, സ്നേഹസ്വരൂപിണി. വെല്ലോപ്പള്ളിയെ ഞാൻ ഓർമ്മിച്ചു. പ്രകൃതി അപാരയാണ്, ഭീകരയാണ്, അമ്മയാണ്. സ്നേഹിച്ച ഒരു പ്രിയതന്നെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ചു വശത്താക്കിയ നമ്മെ രക്ഷിക്കും. നമ്മൾ ഭോഗിക്കാനായി പ്രകൃതിയെ സ്വീകരിച്ച പ്രകൃതി നമ്മെ നശിപ്പിക്കും. എല്ലാ ഭരണകർത്താക്കൾക്കും ഇത് പാഠമാവണം എന്നാണ് പ്രാർത്ഥന. ഭരണകർത്താക്കൾക്ക് അതാണ്. അതുകൊണ്ടാണ് ഈ കവിതയുടെ പൊരുൾ വിവേകാനന്ദൻ പ്രകൃതിയെയും ജഗത്തിനെയും അമ്മയെയും ഒരുമിച്ച് കണ്ട ഏറ്റവും വലിയ ദേവതാഭക്തനാണ്. അതാണ് ആ പ്രകൃതി മഹാശക്തിയായ മറ്റൊന്നോട് ചേർന്നിരിക്കുന്നു എന്ന് കണ്ട വേറൊരു യോഗിയാണ് ശ്രീനാരായണൻ. നമുക്ക് നോക്കാം. എനിക്ക് മലയാളത്തിലെ ഏറ്റവും വാക്കറിഞ്ഞ യോഗിയായ കവി എന്ന് തോന്നിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ. പദം തെറ്റാതെ, മാത്രം തെറ്റാതെ, വർണ്ണം തെറ്റാതെ വാക്കുകൾ യോഗധാരയായി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി. പകർത്തി എഴുതേണ്ട കാര്യമേ ഉണ്ടായിരുന്നു. അതാണ് ആ കവിയുടെ പ്രത്യേകത. അദ്ദേഹം യോഗീശ്വരനായതുകൊണ്ട് തന്നെയാണ് വലിയ കവി ആയത്. എല്ലാ കവിയും അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ മിക്ക കവികളും അങ്ങനെ തന്നെയാണ്. നാദവും വർണ്ണവും സ്പന്ദവും താളവും ബോധവും ഒരുമിച്ചുള്ള ഒരു മഹാസരസ്വതിയാണ് ഇവരുടെ ഉള്ളിൽ, യോഗികളുടെ ഉള്ളിൽ എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ നാദത്തിൻ്റെ കേരളാവതാരമല്ല, ഭാരതാവതാരം തന്നെയായ യേശുദാസ് നോക്കുക. അദ്ദേഹം ഒരു വാക്കെടുക്കുമ്പോൾ ആ വാക്ക് തിളങ്ങും, ചിലപ്പോൾ ചൂടാവും, ചിലപ്പോൾ വാക്ക് പൂവിതൾ പോലെയും, ചിലപ്പോൾ മധുരിക്കും, ചിലപ്പോൾ കഴിക്കും. വാക്കിനെ തൊട്ട് അനുഭവിപ്പിക്കാൻ, നാദത്തിൻ്റെ ഊഷ്മാവ് കൊണ്ട് അനുഭവിപ്പിക്കാൻ ഇത്രയധികം അനുഗ്രഹം കിട്ടിയവർ കേരളത്തിൽ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ട്. അതാണ് യേശുദാസ്. ഇത് പറയുന്നത് ഏതാണ്ട് ഒരു 55 വർഷക്കാലം തുടരെയായി യേശുദാസിൻ്റെ നാദം പാനം ചെയ്തുകൊണ്ട് അകമേ അറിയാവുന്നതുകൊണ്ടാണ്. അതാണ് നാദത്തിൻ്റെ വിശുദ്ധി. അതുപോലെ ശ്രീനാരായണൻ ഗായകനായിരുന്നു എന്നെനിക്കറിയില്ല. വിവേകാനന്ദൻ ഗായകനായിരുന്നു, ശ്രീനാരായണൻ പാടുമായിരുന്നു എന്നെനിക്കറിഞ്ഞതാണ്. അതേസമയം ചട്ടമ്പി സ്വാമികൾ അപാര ഗായകനായിരുന്നു. പല വിധത്തിൽ പലവിധം വാദ്യങ്ങൾ വരെ വായിക്കുന്ന ആളായിരുന്നു എന്ന് ശ്രീനാരായണൻ പോലും പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ അത്രമേൽ സംഗീതജ്ഞമായിരുന്നു. പക്ഷേ ശ്രീനാരായണൻ്റെ കവിതകൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് വളർന്നു വരുന്നത് ഭാവസംഗീതമാണ്, ദാർശനിക സംഗീതമാണ്, പ്രപഞ്ചത്തിൻ്റെ സാരസംഗീതമാണ്. അത് അനുഭവിച്ചു തന്നെ അറിയണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ കുറച്ച് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, പേടിച്ചാണ്. അപ്പോഴാണ് അതിനകത്തുനിന്ന് ഈ സംഗീതം പൊങ്ങി വരുന്നത്. സംഗീതം തന്നെയാണ് ഭാഷ, സംഗീതം തന്നെയാണ് ദർശനം എന്നത് കരുതുന്നു. ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് സവിശേഷമായൊരു വിദ്യയാണ്.
എല്ലാവർക്കും അത് അറിയാമോ എന്ന് കേട്ടത് 1906-ലോ 1907-ലോ ആണ് അദ്ദേഹം ഇത് എഴുതിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം ഒരിടത്ത് ചെന്നു, യോഗിയായ ശ്രീനാരായണ ഗുരു ഒരിടത്ത് ചെന്നു. അവിടെ മുഴുവൻ വരൾച്ചയാണ്, വെയിലേറ്റു കൊള്ളുന്നു, എല്ലാം വാടി, മൃഗങ്ങൾ വരെ ചാവുന്നു, വെള്ളമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. ജനങ്ങൾ സ്വാമിയെടുത്തും യാവലാതി പറഞ്ഞു. അത് കേട്ട് ധ്യാനിച്ചിരുന്നിട്ട് പെട്ടെന്ന് ശ്രീനാരായണ ഗുരു ഇങ്ങനെ അറിയാതെ ഉരുവിട്ടുപോയ വരികളാണ് ഈ കവിത. 5 ശ്ലോകമാണ്. പ്രകൃതി ഉൾപ്പെടുന്ന ശക്തി ശിവനും പാർവതിയും എന്നാണ് വയ്പ്. ശിവന്റെ തലമുടിയിൽ ഗംഗ ഉണ്ടെന്നാണ് സങ്കല്പം. ശിവൻ യോഗനിഷ്ഠനായിരിക്കുന്നു എന്നത് വേറൊരു സംഗതിയാണ്. അപ്പോൾ അർദ്ധനാരീശ്വരനായ ശിവനിൽ പ്രപഞ്ചത്തിലേക്കുള്ള സഞ്ജീവനത്തിനുള്ള ജലവും ബാക്കിയെല്ലാം ഉണ്ട്. എന്താ അവിടെ കയറിയിരിക്കുന്നത്? പാവങ്ങൾ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ നീ പറപ്പിച്ചു വിട്ട ആളുകളല്ലേ ഇത്, വെള്ളം ഒഴുക്കി വിട്ടുകൊടുക്ക്, എന്താ വെറുതെ ഇരിക്കുന്നത് എന്ന് ശിവനോട് ചോദിക്കുന്ന മട്ടിലാണ് ഈ പദ്യം എഴുതി. അങ്ങനെ ഇദ്ദേഹം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് മഴയുണ്ടായി പോലും അറിയില്ല, മഴയുണ്ടായി പോവും. ഈ നല്ല മനസ്സുകൾ പയ്യനെ പെയ്യും മഴയും എന്ന് തിരുക്കുറൾ അല്ലേ? തിരുക്കുറളിൽ പറഞ്ഞിട്ടുണ്ട്. പതിപ്രത പെയ്യ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യും എന്നാണ്. പെയ്യ് എന്ന് പറഞ്ഞാൽ പെയ്യും. അതാണ് പ്രകൃതിയും നമ്മളുമായിട്ടുള്ള മനോബന്ധം. ഞാൻ ഇതാണ് ഇവിടെ എടുക്കുന്നത്. വിവേകാനന്ദരിൽ നിന്ന്, യോഗിയായ വിവേകാനന്ദരിൽ നിന്ന് യോഗിയായ ശ്രീനാരായണനിലേക്ക് വരുമ്പോൾ അവിടെയും ശ്രീനാരായണൻ പ്രകൃതിയോടും പ്രകൃതിയുടെ ശക്തിയോടും കൽപ്പിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ കാലത്തും നമുക്ക് ഈ പ്രാർത്ഥന ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. വലിയ മനസ്സുകൾ പോകുന്ന വഴിയെ പോയാലും നമുക്ക് അന്യോന്യം ആശങ്കകൾ പുലർത്താതെയും അന്യോന്യ സംഘർഷത്തിൽപ്പെടാതെയും ലോകത്തെ സുന്ദരമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് മുകളിൽ നിന്ന് പെയ്യേണ്ട മഴ താഴെ പെയ്താൽ താഴെ നിന്ന് കിട്ടേണ്ടുന്ന പൂജ മുകളിലോട്ട് കിട്ടും. നല്ലൊരു പാഠമാണ്. ഓരോ ദൈവത്തിനുമുണ്ട് കർത്തവ്യം, മനുഷ്യനുമുണ്ട് കർത്തവ്യം, ഭരിക്കുന്നവനുമുണ്ട് കർത്തവ്യം, ഭരിക്കപ്പെടുന്നവനുമുണ്ട് കർത്തവ്യം. ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ തത്വം എന്ന് തോന്നുന്നു. അതാണ് ഈ കവിതയിൽ കൂടെ എനിക്കിത്തിരി കാണാൻ കഴിയുന്നത്. ഓരോ കവിതയും ഓരോ സംഗീതത്തിലും കൂടെ നമ്മെ അനുഭവിപ്പിച്ചാണ് ഇതൊക്കെ അറിയിക്കുന്നത്. എസ് എഴുതി തന്നല്ല, ഒരു കവിതയിൽ കൂടെ അനുഭവമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് അയ്യോ
അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു. അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു. നീയെ കയ്യേടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാൻ ആരവോ. പയ്യാർ നീ ജനം ആഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ. ഘനാമ്പു കൃപയാ ഗംഗാനദീ ധാമമേ. പയ്യാർന്ന് ഈ ജനവാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ. ഘനാമ്പു കൃപയാ ഗംഗാനദീ ധാമമേ. നാടും കാടും ഒരേ കണക്കിനു നശിച്ചിടുന്നതും നെക്കി നക്കിയിടും നീരുമൊഴിഞ്ഞ് നാവുകൾ വറന്തിടുന്നതും നിത്യവും തേടും ഞങ്ങളും ഉള്ളുകൊണ്ട് നൊന്തുതിരിയും പാടും പരീക്ഷിച്ച് നിന്നിടും നായകൻ എന്തു നന്മയരുളായി വാ അർദ്ധനാരീശ്വര. തേടും ഞങ്ങളും ഉള്ളുനൊന്തു തിരിയും പാടും പരീക്ഷിച്ച് നിന്നിടും നായകൻ എന്തു നന്മയരുളായി വാ അർദ്ധനാരീശ്വര. ഊട്ടിത്തീറ്റി വളർത്തുമ്പതടി നീനാഥനും ഇപ്പോൾ ഉയിർക്കൂട്ടത്തോടൊരു കൂറുമില്ല. കഥയെന്തയ്യോ കുഴപ്പത്തിലായി നാട്ടിൽ കണ്ടതശേഷവും നശിച്ചിടുന്നതും കണ്ടു നീ മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ. മൂളർദ്ധനാരീശ്വര നീ മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ. മൂളർദ്ധനാരീശ്വര. മുട്ടിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ രോഗസ്ഥനായി മുട്ടു ചുമന്നിരിക്കുന്നു എന്നാണ്. ദാരിദ്ര്യം കഴുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ. നീരില്ലാതെ നിറഞ്ഞു സങ്കടമോ നീ ഒന്നു ഓർത്തിയിലയോ. ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാനെന്നോർത്തിരുന്നോർ ഈ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞഴകോ. അർദ്ധനാരീശ്വര ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാൻ എന്നോർത്തിരുന്നോരിൽ ഈ ക്രൂരത്തിയിടുവാൻ തുനിഞ്ഞതഴകോ. കൂറർദ്ധനാരീശ്വര കൂറർദ്ധനാരീശ്വര.
രൂപത്തിലുമെല്ലാം ഒരുപാട് പേർ ആയുധം വരെ തയ്യാറാക്കി വെച്ച് തീവയ്യാൻ കാത്തിരിക്കുന്ന കാലമാണ്. പാലും മുടിയും എന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അതാണ് ഗുരുദേവനെ പ്രത്യേകം ഓർമ്മിച്ചു പോകുന്നത്. മുപ്പാരുക്കെയ്താമുടിഞ്ഞു മുടിയിൽ ചൊൽപ്പൊങ്ങുമപ്പും ധരിച്ച് എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നീടുന്നു നീ എന്തോ. മുപ്പാരൊക്കെയ്താമുടിഞ്ഞു മുടിയിൽ സ്വൽപ്പൊങ്ങുമപ്പും ധരിച്ച് എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്നീടുന്നു നീ എന്തോ. ഇപ്പാരാരിയാൾ ഇപ്പരിഷയിന്നാരോടുരയ്ക്കുന്നു നിൻ തൃപ്പാദത്തണലെന്നിയേ തുണ നമുക്കാര് അർദ്ധനാരീശ്വര. പരിസ്ഥിതി വികാരങ്ങൾ ഉണ്ടാകുന്നത് എത്രയോ മുമ്പ് അഭിനയകാലത്ത് ഈ യോഗി ഇങ്ങനെ ഈ മണ്ണ് നന്നാക്കുന്നതിനെ കുറിച്ച് എല്ലാവരും രക്ഷിക്കുന്നതിനെ കുറിച്ച് ഇരണ് പ്രപഞ്ചശക്തികളോട് പ്രാർത്ഥിക്കുന്നു എന്നത് നമുക്ക് വിസ്മയമാണ്. ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരാളും കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ. ഇനി എന്താണ് ചിത്രവിത്തൻ പ്രത്യക്ഷപ്പെട്ടു നമ്മളെ പുറത്താക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ചോദ്യം അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാം. എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശേഷിയില്ല. സംഗീതജ്ഞാനമുണ്ട് ഉണ്ടായിരുന്നു പൂർണ്ണമായ കഴിവുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ദൈവസ്വരവും മാപ്പവും ഒക്കെ വളരെ സംഗീതാത്മകമായിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പാടി ചൊല്ലി കഴിച്ചുകൊണ്ടാണ് കേട്ടിട്ടുള്ളത്. ചെറിയ അറിവാണ്. അതുപോലെ തന്നെ കുണ്ടലിനി പാട്ട് അതെ, ഞാൻ പറഞ്ഞത് താങ്കൾ പറയാൻ പോകുന്നത് ശരിയാണ്. അദ്ദേഹം പാടുമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ആ കവിത മുഴുവൻ സംഗീതമാണ്. അത് മതി അല്ലേ? അതെ, അറിയാം. ഞങ്ങളൊക്കെ ഒരുപാട് അത് പാടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. ആ ശരി, വേറെ ആരെങ്കിലും ഉണ്ടോ? സാർ, ചോദിക്കാനല്ല, ഒരു കവിത ചോദിച്ചു വാങ്ങാനാണ്. ആത്മരഹസ്യം എന്നുള്ള കവിത എൻ്റെ മകൾക്ക് താരാട്ട് പാടി ഉറക്കാറുള്ള കവിതയാണ്. ആത്മരഹസ്യം സാറിന്റെ കവിതയല്ല, സാറ് പാടിയ ഏറ്റവും റൊമാൻറ്റിക് ആയുള്ള ശബ്ദത്തിൽ പാടിയ കവിത അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതില് കൽപ്പാന്ത കാലം വന്ന് എന്ന് തുടങ്ങുന്ന അവസാന വരികള് സാറിന്റെ നേരിട്ടൊന്ന് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴ് ആഗ്രഹം എനിക്കുമുണ്ട്, പക്ഷെ കവിത കയ്യിലില്ല, ക്ഷമിക്കണം. എൻ്റെ ക്ഷീണമായ ഓർമ്മകളാണ് ഇപ്പം. കാലം പോയി. പിന്നെ ഒരു കാര്യം പറയാം, എനിക്കിതൊക്കെ ഇഷ്ടമാണ് ചൊല്ലിക്കൊണ്ട് നിൽക്കാൻ. അത് എന്നെ പുറത്താക്കാൻ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഒരു വലിയ ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങാം. ഇപ്പം എത്രയായി സമയം?
ആകണം. ഒരു 10 മിനിറ്റ്. പിന്നെ 6:10 5:10 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ശരി. പിന്നെ ഇവിടെ ഒരു പ്രത്യേക നിർദ്ദേശം ഒരുപാട് സ്ഥലത്തു നിന്ന് വന്നു. എൻ്റേതായത് കവിതയില്ല. അപ്പോൾ അത് ഇവിടെ അതാണ് കൊണ്ട് തന്നത്. അത് ചൊല്ലി ഞാൻ നിർത്താം. എൻ്റെ പ്രീഡിഗ്രിക്ക് എൻ്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന പഠിക്കുകയും അന്ന് തന്നെ എന്നോട് സൈഗാളിനെ കുറിച്ച് വിശാലമായി സംസാരിക്കുന്നത് ശശീന്ദ്രൻ അങ്ങേറ്റം എഴുതുന്നുണ്ട്. ശശീന്ദ്രൻ ഇന്നും അദ്ദേഹം എന്നെ മറന്നിട്ടില്ല. അത് എൻ്റെ ഒരു പുണ്യാണ്. കവിത ചൊല്ലാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ള ആളുമാണ് ശ്രീ ശശീന്ദ്രൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആളുകൾ എന്നോട് ചൊല്ലണമെന്ന് നിർബന്ധപൂർവ്വം കൽപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കവിത എടുക്കുന്നത്. ചില ഭാഗങ്ങൾ മുറിച്ച് ഒതുക്കി ചൊല്ലാം. പന്ത്രണ്ടു മക്കളെ പെട്ടൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നിറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശി നീക്കുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിരവിന്റെ പാഷാണത്തിരവില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണീരവിന്റെ പാഷാണത്തിരവില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീയിട്ടുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. പാടിച്ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാട്ടുകൾ പുറ്റുകൾ ഇതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയാൻ, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയാൻ നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ, നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ. ഉയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലക്ക് കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായി കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചിർത്തൂനങ്കിനാക്കൾ കുന്നിലേ ഈ മേഘകാമങ്ങൾ കല്ലുരുത്തുന്നു. ഒട്ടിവലിയുന്ന ദിശയെട്ടുമ്പ ശാന്തിയുടെ മുത്തുകൾ തിരഞ്ഞു നടകൊള്ളുകേ. ഓർമ്മയിലൊരുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതിതൻ
ശുദ്ധി വടിവാർന്നൊരെണ്ണമ്മയൊന്നിച്ച് ദേവകൾ കുയിലുടരുവിടനാട്ടി കാലുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമതയും നാട്ടുകൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഈറകളിളം തണ്ടിലാത്മബോധത്തിന്റെ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തൈ ഉള്ളും പരുന്തും ഉരുത്തോലനാദവും പള്ളുവച്ചിന്തുകെട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടിവേഷം കളഞ്ഞാവണി പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാതിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സുരിതയജ്ഞപാഠങ്ങളിൽ വാക്കുകൾ മുളക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ മറ്റും ഉന്മതവാദ വിക്രമച്ചുടികളിൽ അലഞ്ഞതും കാമണ്ണിലുയരിട്ടൊരാശമേ ആര്യത്വമൂർജരേണുക്കൾ ഉയർന്നതും 12 മക്കളത്തെ പിറന്നു ഞങ്ങൾ 12 കൈയിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു ചാത്തനും പാണനും പാത്തനാരും പെരും തച്ചനും നായരും വള്ളുപോലും ഉപ്പുകൊറ്റനും രജകനും കാരക്കളമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലമിന്നലത്തെ പ്രാദുർഭാവം തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മളൊന്നെന്ന് ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിലും പള്ളിക്കുമെന്നെ മാറ്റും പിണ്ടം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിലും പള്ളിക്കുമെന്നെ മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും ചാത്തൻ എന്റേതെന്ന് കൂറു ചേർക്കാൻ ചില ചാത്തിരംഗം നടത്തുന്നു ഇന്നും ചാത്തൻ എന്റേതെന്ന് കൂറു ചേർക്കാൻ ചില ചാത്തിരംഗം നടത്തുന്നു ചുങ്കൻ കൊടുത്തും ചിദംബറഞ്ഞും വിളിച്ചംഗത്തിനാൾ കൂട്ടുന്നു വായില്ല കുന്നിലെ പാവത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു ചൂരൽ മലയായാലും അങ്ങനെ തന്നെ വായില്ല കുന്നിലെ പാവത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്കുന്ന ഗാർഭവത്യത്തിനു സപ്തമുഖ ജഠരാഗ്നിയത്തെ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം ഓരോ കരിന്തിരി കണ്ണിലും കേൾപ്പു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ജ്ഞാനത്തിനായി മുമ്പിൽ നീട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം ജീവന്റെ നീതി തിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം ശ്രദ്ധയോട് അന്നം കൊടുക്കേണ്ട കൈകളോ അഗ്നിയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു ഉമിനീരിലെരിനീരിൽ എല്ലാം ദഹിക്കയാണ് ഊരിയിൽ ദാഹമേ ബാക്കി ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങളലറുന്ന നേരം പേയും പിശാചും പരസ്പരം തീവട്ടി പേറി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശം ഇടിവെട്ടുമ്പോൾ ആഴങ്ങളിൽ
ശ്വാസ തന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു പോകുന്നു ഞാൻ. വീണ്ടും ഒരു നാൾ വരും, വീണ്ടും ഒരു നാൾ വരും, എന്റെ ചുടലപ്പറമ്പിനെ തുണതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും. പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കളിഴ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും. അതിലെന്റെ കരളിന്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും. അതിലെന്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപമാർന്നടയിരിക്കും. അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയർക്കും. അവനിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന ഭ്രാന്തന്റെ സ്വപ്നം. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന ഭ്രാന്തന്റെ സ്വപ്നം. എല്ലാവർക്കും നന്ദി. വൈകിയതിൽ സമാപനം. കവിതയും നല്ല കവിതയും നല്ല സംഗീതവും ജനതയെ ഏകമനസ്സായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിത്രങ്ങളുള്ള നാട്ടിൽ സംഗീതം ഒരുമിച്ച് മനസ്സിനെ എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മാതൃഭൂമിയുടെ സ്നേഹോപഹാരം നൽകാം. ഈ സെഷൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത മലബാർ ബോർഡ് പ്രതിനിധി ശ്രീ സയ്യിദ് മുഹമ്മദ് ഷോറൂം ഹെഡ് മലബാർ ബോർഡ് തിരുവനന്തപുരം അദ്ദേഹത്തെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു.